ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഓൾറെഡി 45 മിനിറ്റ്സ് ആയി ഞങ്ങൾ യാത്ര തിരിച്ചിട്ട്. ഇത് കുറച്ച് ദൂരെയാണ്, ഇവിടെ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ പോകാറുള്ളതാണ്. ഇന്നത്തെ യാത്ര എയിം ചെയ്തിരിക്കുന്നത് ഒരു ചക്ക, അവിടെ ഒരു പ്ലാവൊക്കെ ഉണ്ട്, ഒത്തിരിയും ചക്കയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചക്ക കളക്ട് ചെയ്യുക എന്നുള്ളതും കൂടെ ആണ് മെയിൻ ഇന്നത്തെ ഉദ്ദേശം. ഇന്ന് മഴയെല്ലാം പെയ്ത് കിടക്കുകയാണ്. അപ്പോൾ എന്നാലും ഞങ്ങൾ ചക്ക കിട്ടാനാണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഈ യാത്ര ഒഴിവാക്കാനായിട്ട് തോന്നുന്നില്ല, വെതർ ബാഡാണെങ്കിൽ പോലും. അപ്പോൾ റോഡെല്ലാം ഇച്ചിരി സ്ലിപ്പറിയൊക്കെയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴ ചാറുന്നുണ്ട്. എന്നാലും ഈ ട്രിപ്പ് നല്ലൊരു സീനിക് ഡ്രൈവാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയും മെഡോസും ഹിൽസും ബ്യൂട്ടിഫുൾ വ്യൂസും കാറ്റിൽസിൻ്റെ ഇതോ എല്ലാം ഒത്തിരി കഴിഞ്ഞു. ഒത്തിരിയും പശുക്കൾ മേഞ്ഞടക്കുന്നതും അങ്ങനെയുള്ള ഏരിയകളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ ഡൗൺ ദി ട്രാക്ക് ഞങ്ങളുടെ പല പല വീഡിയോകളിൽ ഞങ്ങൾ ആ ഡെസ്റ്റിനേഷൻസൊക്കെ ഞങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇത് നല്ലൊരു ട്രിപ്പാണ്, നല്ലൊരു എൻജോയബിൾ ട്രിപ്പാണ്. അതാണ് നല്ലൊരു ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എൻജോയബിൾ ട്രിപ്പാണ്. നമ്മൾ ഇത്രയും ദൂരമുണ്ട്, 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ദൂരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ട്രിപ്പ് എൻജോയബിൾ ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും ദൂരം പോയി നമ്മൾ ഒരു ചക്ക കളക്ട് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും ഇത്രയും ദൂരം പോകുന്നതിനോട് നമുക്ക് മടി തോന്നത്തില്ല. ഇപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രൈവാണ്. ഇനിയുമുണ്ട് ഒരു 20-25 മിനിറ്റ്സ് അപ്പോൾ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ഭാഗത്തെ കാണാം. ഇവിടെ നല്ലൊരു ഹില്ല് കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഹില്ലാണ്, നല്ല ഭംഗിയാണ്. ഇനി ഇച്ചിരി ഒരു സോർട്ട് ഓഫ് കൺട്രി ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല വ്യൂ ആണ് കേട്ടോ. മെഡോസും ഹിൽസും എല്ലാം ഇങ്ങനെ മാറി മാറി വന്ന് കൊണ്ടിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് പിടിക്കാമെന്ന് ചോദിച്ചു. ഇതിനു മുമ്പ് ഒത്തിരിയും അങ്ങനെ കഴിഞ്ഞു പോയിരുന്നു, എന്നാലും ഇതും കൂടെ ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. കുറേ വെറൈറ്റി പശുക്കളുണ്ട്. എല്ലാം ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും പറ്റുന്നിടത്തോളം പിടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഞങ്ങളിപ്പോൾ ജാക്ക് ഫ്രൂട്ട് അതിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതൊരു സ്മോൾ പ്ലാവാണ് ഇത്. പക്ഷേ സ്മോൾ പ്ലാവാണെങ്കിലും കുറേ വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് നിറയെ കുറേ ചക്കകളുണ്ട്. ഇത് കുറച്ച് പറിച്ചതാണ് ഓൾറെഡി. ഇത് ലാസ്റ്റ് 5-6 ഇയേഴ്സ് ഞങ്ങൾക്ക് റെഗുലറായിട്ട് ഞങ്ങൾക്ക് ജാക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കൂഴച്ചക്കയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ആക്ച്വലി വെക്കാൻ അല്ലെങ്കിൽ പഴുപ്പിക്കാൻ പരുവത്തിന് എന്നുള്ളവർത്താണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇത് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇതിൽ നിന്നൊരു ഇടിച്ചക്കയ്ക്ക് ഒരു ചക്ക ഇപ്പോൾ പറിച്ചുകൊണ്ട് പോകാം. ബാക്കി കുറച്ച് മാസം കൂടി നിർത്തിയിട്ട് അത് വേവിക്കാനോ പഴുപ്പിക്കാനോ വേണ്ടി പിന്നെ വന്ന് പറിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഒത്തിരി വലിയ ചക്ക ഉണ്ടാകുന്ന പ്ലാവല്ല. ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ ഈസി സൈസായിട്ടുള്ള ചക്കകളാണ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അതാണ് ഞങ്ങൾ ഇടിച്ചക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ പറിക്കാനായിട്ട് പോകുന്നത്. 100% ഉറപ്പില്ല നമുക്ക് കടിച്ചക്കയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന്, എന്നാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാക്കിയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലുതായിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പഴുപ്പിക്കാനോ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാനോ നമുക്ക് പറിക്കാവുന്നത്. ഇത് കണ്ടോ, ഇത് ചെറിയ പ്ലാവാണ്. പക്ഷേ ഇതിനകത്ത് നിറയെ ചക്ക ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. താഴെ വരെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സ്റ്റേജിൽ ഇതിനകത്ത് ചക്രം ഉണ്ടാകും. കുറേ മാസത്തേക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടേ
ഇതിനകത്ത് ആ ചെറിയ ചക്ക ഞങ്ങൾ ഇടിച്ചക്കയ്ക്ക് വേണ്ടി ഇപ്പം പറിക്കാൻ പോവാണ്. നമ്മുടെ ഇടിച്ചക്ക ഉണ്ടാക്കാനുള്ള ചക്ക കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് തൊലി ചെത്താൻ പോവുകയാണ്. എന്നിട്ട് വേണം കണ്ടിച്ച് മുറിച്ച് വേവിക്കാനായിട്ട്. അപ്പോൾ അതിന് വിളഞ്ഞീൻ മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ കയ്യിൽ ഇച്ചിരി എണ്ണ തൂത്തിട്ടുണ്ട്. എണ്ണ ഒലിവ് ഓയിലാണ് തൂത്തത്. അതുപോലെ കത്തിയിലും ഇച്ചിരി ഒലിവ് ഓയിൽ തൂത്തിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചക്ക നല്ല വിളഞ്ഞീനുണ്ട് കേട്ടോ. തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞു. അരക്കുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അങ്ങ് ഒഴുകിപ്പോയി കേട്ടോ. ഇത് ചെത്തിയപ്പോൾ അതെല്ലാം അങ്ങ് ഒഴുകിപ്പോയി. കുഞ്ഞിയൊക്കെയാണ്. ഇതിനകത്ത് കുരുവായിട്ടുണ്ട്, പക്ഷേ അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാവുന്നേ ഉള്ളൂ. ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ഈസി ആയിട്ട് വെന്ത് അത് നമ്മൾ പിന്നെ നമ്മളൊന്ന് ഇടിക്കാനുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് അമ്മിക്കല്ലിൽ ആണ് അത് ചതച്ചെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇടിച്ചക്കാന്ന് തന്നെ ഒരു പേര് തന്നെ വരുന്നത്. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചു. ഇനി ഇത് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അരിയുമ്പോൾ നമ്മൾ ഈ കൂഞ്ഞ് അല്ലെങ്കിൽ കൂഞ്ഞിൽ ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ പറയുന്നത്. അങ്ങനെ അത് ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഈ പരുവത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയാണ്. ഇനി ഇത് വേവിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ വെള്ളം തിളച്ചിരിക്കുവാണ്. അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് ആദ്യമേ അങ്ങ് ചേർക്കാൻ പോവുകയാണ്. കാരണം കഷ്ണമായിട്ട് കഴിയുമ്പോൾ പിന്നെ ഉപ്പ് ആദ്യമേ ഇച്ചിരി ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം അതിനകത്തിട്ട് ഇട്ട് വേവിക്കാൻ പോവുകയാണ്. ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിങ്ങനെ നമ്മൾ സ്പൂണ് കൊണ്ടോ ഇത് എന്തുകൊണ്ടെങ്കിലും ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊച്ചിയെടുക്കണം, വെള്ളം കളയണം. എന്നിട്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മിക്കല്ലയിൽ വെച്ച് ഒന്ന് ഇടിക്കുക അല്ലെങ്കിൽ ചതയ്ക്കുക, അങ്ങനെയുള്ള ഇടിച്ചക്ക എന്ന് പേര് വന്നത് തന്നെ. അപ്പോൾ നമുക്കിവിടെ ആ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നുപോലെ നൈഫും ഫോർക്കും കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് പുള്ളി ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാം വിടുത്തി എടുക്കുക, ഇങ്ങനെ കഷ്ണം കിടക്കാതെ. ഇപ്പോൾ നമ്മൾ ആ വേവിച്ച ഇടിച്ചക്ക നമ്മൾ ഇച്ചിരി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ സ്പ്ലിറ്റ് പുൾഡ് പോർക്ക് ഇരിക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെയുള്ള പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ ബാക്കി ഐറ്റംസ് കടുക്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ക്രഷ് ചില്ലി, പിന്നെ ഗാർലിക്കും സവാളയും കൂടി ഇച്ചിരി ക്രഷ് ചെയ്തത്, മഞ്ഞൾപ്പൊടി, കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു 5 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കടുകിടാൻ പോവുകയാണ്. കടുക് പൊട്ടുന്നു. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന ഇടുവാണ്. ഒരു സോൾട്ടും കൂടി ചേർക്കുന്നുണ്ട്, കാരണം ചെറിയൊരു സോൾട്ടിൻ്റെ കുറവുണ്ട്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും ബാക്കി സാധനങ്ങൾ ഇടുക. ഉള്ളി അരിഞ്ഞത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കറിവേപ്പില വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇടുകയാണ്. അതിൻ്റെ ഉള്ളി ക്രഷ് ചെയ്തത് ഇത് ഇച്ചിരി ഒന്നായി കഴിയുമ്പോഴത്തേക്കും വേണം ക്രഷ് ചെയ്ത് ഇടാനായിട്ട്. കടുക് മുപ്പിച്ച ഉള്ളി നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. മറ്റേ ഉള്ളിയും ക്രഷ് ചെയ്ത ഉള്ളിയും വെളുത്തുള്ളിയും വെന്ത് വരുന്നു. അത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നു. അതിനകത്തായിട്ട് ഇനിയിപ്പം ക്രഷ് ചില്ലി ഇടുവാണ്. അത് 2 ടേബിൾ സ്പൂൺ ക്രഷ് ചില്ലിയാണ് ഇപ്പോൾ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ആ എരിവേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറെ മുളകൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ ഒപ്പം
അപ്പം 2 വറ്റൽമുളക് കിടക്കണതാണ് നല്ല ഭംഗി, നല്ല രസമാണ് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ സ്ലൈറ്റ് എരിവും കിട്ടും, അത് കൂടുതൽ ഭംഗി. ഇതൊരു 2-3 സെക്കൻഡും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുക. ഇപ്പോൾ ഇതെല്ലാം നല്ല പരിവായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഇടിച്ചക്ക ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇടുവാണ്. അതിനകത്ത് ചക്കക്കുരു എല്ലാം നന്നായിട്ട് വെന്തോ ഉടഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം ഫൈനൽ സ്റ്റേജിലാണ്. ഇതൊന്ന് നല്ലോണം ഇളക്കിയെടുത്താൽ മാത്രം മതി, സംഗതി തീർന്നു, പണി തീർന്നു. വെരി ഈസിയാണ് ഇത്. വീഗൻസിനൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് റെസിപ്പിയാണ് ഇടിച്ചക്ക. വളരെ ഈസിയാണ് ഇത് പ്രിപ്പയർ ചെയ്യാനും, വെരി ടേസ്റ്റിയാണ്, ന്യൂട്രീഷ്യസ് ആണ്, വളരെ ഹെൽത്തിയാണ്. ഏത് ടൈപ്പ് വെജിറ്റേറിയൻസിനാണെങ്കിലും നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും വീഗൻസിനാണെങ്കിലും എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇത് മെയിൻ ഡിഷായിട്ടോ സൈഡ് ഡിഷായിട്ടോ കഴിക്കാവുന്നതാണ്. നല്ല പുഴുക്ക് പോലെ കഴിക്കാം, അല്ലെങ്കിൽ മെയിൻ മീലായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചോറിൻ്റെ കൂടെ തോരൻ പോലെ മെഴുക്കുവരട്ടി പോലെ കഴിക്കാവുന്നേ ഉള്ളൂ. അവരവരുടെ ചോയ്സാണ്. പക്ഷേ ബെസ്റ്റ് സാധനമാണ്, ബെസ്റ്റ് മെഴുക്കുവരട്ടിയാണ്. അതാണ് ഇടിച്ചക്ക. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യണം. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യണം. ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ഇടിച്ചക്ക ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ ആ ബെൽ ഐക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.